സ്വാലിഹ മകൾ നേരിട്ട ആക്രമണത്തിന് CCTV ദൃശ്യങ്ങളിൽ ഒന്നുകൂടി കണ്ടു. കാണാൻ കഴിയില്ല, അത്രമാത്രം ഭീകരമാണ്. ഒരുപക്ഷെ പൊടിക്കുഞ്ഞായത് കാരണം അതിൻ്റെ ഓർമ്മയിൽ അത്രയ്ക്ക് അത് തങ്ങി നിൽക്കുകയും അത് ഒരുപക്ഷെ ജീവിതകാലത്തേക്കുള്ള ട്രോമ ആവില്ല എന്നും പ്രതീക്ഷിക്കാം. സ്വാലിഹിൻ്റെ മകൾക്കുണ്ടായ വേദനയ്ക്ക് ശേഷം നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ ഏതാണ് അതുപോലെ വന്നു. കൂട്ടമായി ഓടിക്കുന്നത്, കുഞ്ഞുങ്ങൾ വീഴുന്നത്, അവരുടെ കരച്ചിൽ. അങ്ങനെ ഒരു നാടിന് എത്ര കാലം പോകാൻ കഴിയും? സ്വന്തം കുഞ്ഞുങ്ങളെ തെരുവിലിട്ട് പട്ടി ഓടിച്ച് കടിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു നാടിന് എത്ര നാൾ പോകാൻ കഴിയും? ഇപ്പോൾ ഇത് സുപ്രീം കോടതി ഉത്തരവ് എത്ര കാലത്തിനകം എഫക്റ്റീവായി നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കോടതി അക്കാര്യത്തിൽ സീരിയസ് ആണ്. സ്വാലിഹ്, അതായത് ഞാൻ അതിരട്ട സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഈ ഒരു വിധി കണ്ടു. ഞാൻ കോട്ടക്കൽ നഗരസഭയിൽ, ഞാൻ കോട്ടക്കൽക്കാരനാണ്. കേരളത്തിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് കോട്ടക്കൽ. ഈ കോട്ടക്കൽക്കാരനായ എൻ്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് അന്ന് നായ കടിച്ചത് തലക്കാണ്. ആ മുടിക്കെട്ടിന് കടിച്ചതുകൊണ്ട് തലക്ക് കാര്യമായിട്ടുള്ള ആഴത്തിലുള്ള മുറിവുകൾ വന്നില്ല. എങ്കിലും 10 മുറിവാണ് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തത്. ആ സമയത്ത് തലക്ക് കടിച്ചിട്ട് ആണ് മറ്റൊരു കുട്ടി കേരളത്തിൽ മരണപ്പെട്ടത്. അത് വാക്സിൻ എടുത്ത ശേഷം. അപ്പോൾ ഞാൻ വാക്സിൻ എടുക്കാൻ വേണ്ടി എനിക്ക് സംഭവിച്ച ഫാക്റ്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയണത്. ഞാൻ കോട്ടക്കലിന് സംഭവിച്ചത് കൊണ്ട് എനിക്ക് തിരൂരോ അല്ലെങ്കിൽ മലപ്പുറത്തോ പോകണം മുറിവലിക്കണ ഇതിന് സർക്കാർ ഇതിൽ വാക്സിൻ എടുക്കാൻ. മലപ്പുറത്ത് ബ്ലോക്ക് ആശുപത്രിയിൽ പോയി അവിടുന്ന് അവർ കഴുകി പിന്നെ എന്നോട് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിന് മുമ്പിൽ 2 നായയാണ്. ഈ നായനെ കണ്ടപ്പോൾ എൻ്റെ ചെറിയ കുട്ടി കരഞ്ഞിട്ട് അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു ഈ നായനെ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പിന്നീട് ഞാൻ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന അന്നൊക്കെ ഞാൻ വരി നിന്നിട്ട് വേണം ഈ ചീട്ടെടുത്തിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ. അത് എനിക്ക് സംഭവിച്ച ഫാക്റ്റാണ്. ഇതിന് ശേഷം ഞാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ഈ പരാതി നൽകിയതിൽ ഞാൻ മറ്റൊരു സുപ്രീം കോടതി ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണെന്നുള്ളത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണെന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. അതിൽ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു ദിവസം കോട്ടക്കൽ നഗരസഭ മുമ്പിൽ സത്യാഗ്രഹം വരുന്നത്, നഗരസഭയ്ക്ക് മുമ്പിൽ. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ LSTD വകുപ്പ് മന്ത്രി, LSTD വകുപ്പ് മേധാവികൾ, മലപ്പുറം ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കൊക്കെ പരാതി നൽകി. അതിൽ മലപ്പുറം ജില്ലാ കളക്ടർ മാത്രം എനിക്ക് റിപ്ലൈ തന്നു, ഞാൻ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ എനിക്കൊരു സിസ്റ്റത്തിൽ നിന്ന് എനിക്കൊരു നീതി എന്ന് പറഞ്ഞ സാധനം ലഭ്യമായിട്ടില്ല. കോട്ടക്കൽ നഗരസഭയിൽ ഒരു ഉദ്യോഗസ്ഥൻ അനൗദ്യോഗികമായിട്ടുള്ള ഒരു സംസാരത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് 3000 രൂപ തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വിവരാവകാശം കൊടുത്തിരുന്നു എൻ്റെ പരാതി എവിടെ എത്തിയെന്ന് അറിയാൻ. അപ്പോൾ അതിൽ ഞാൻ 3000 രൂപ തരാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുകയാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഔദ്യോഗികമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ അദ്ദേഹത്തിനോട് സംസാരിച്ചില്ല. ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവിടുത്തെ ബ്യൂറോക്രസി എനിക്ക് നഷ്ടപരിഹാരം, ഞാൻ 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ സമരം ചെയ്തിരുന്നത്. ഒന്ന്, എനിക്ക് നഷ്ടപരിഹാരം തരിക എന്നുള്ളത്. അപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ചികിത്സാ സഹായം അനുവദിച്ച് തരാമെന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് ചികിത്സാ സഹായം വേണ്ട, എൻ്റെ കുട്ടീനെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, എനിക്ക് നഷ്ടപരിഹാരമാണ് തരേണ്ടത്. അത് ഞാനും എൻ്റെ കുടുംബവും അന്ന് അനുഭവിച്ച ട്രോമക്കുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ. സ്വാലിഹ് കുടുംബം മാത്രമല്ല, കുഞ്ഞ്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ പട്ടിയെ കാണുമ്പോഴേ കുഞ്ഞിന് പേടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പേടി തട്ടിയെന്നല്ലേ അർത്ഥം? സ്വാലിഹ്, കഷ്ടമല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതിനുള്ള ഞാൻ വാല്യൂ കൽപ്പിച്ചത്, ഞാൻ അതിൽ 10 ലക്ഷം രൂപ എഴുതിയത്. പക്ഷേ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർക്ക് എനിക്കത് തരുന്നതോടുകൂടി അതൊരു വലിയ വാർത്തയാകും, അല്ലെങ്കിൽ അതൊരു വലിയ ആ ഒരു രീതിയിൽ ഇത് എനിക്ക് തരരുത് എന്നുള്ളത് ഒരു അലിഖിതമായിട്ട് ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും ദിവസം അതിന് ശേഷം ഉള്ള പോരാട്ടങ്ങളിലാണ്. ഞാൻ അതിനുശേഷം തെരുവുകളിൽ രാത്രി ഉറക്കൊഴിച്ചിട്ട് കോട്ടക്കലിൻ്റെ തെരുവുകളിൽ നടക്കുകയാണ്. ആ തെരുവുകളിൽ ഞാൻ കണ്ടത് കോട്ടക്കലിൻ്റെ ബൈപ്പാസിൽ ആര്യവൈദ്യശാലൻ്റെ 300ഓളം ആളുകൾ താമസിക്കുന്ന വലിയ ബിൽഡിംഗ് ഉള്ള പ്രീമിയം ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ 10 മീറ്റർ ഇടവിട്ട് പച്ച ഇറച്ചിയും അതുപോലെ തന്നെ ഹോട്ടൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ കോട്ടക്കലിലാണ് ഒരു കുട്ടി വീടിൻ്റെ ഉള്ളിൽ തെരുവുനായ വീടിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടീൻ്റെ കാല് കടിച്ച് വലിച്ചത്. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതിൻ്റെ ശുശ്രൂഷ നടത്തിയതും ഞാനാണ്. അപ്പോൾ അതിനുശേഷം ഇവരെ കണ്ടിട്ട് ആ പിതാവിനോട് ഞാൻ പറഞ്ഞു ഓരോടൊന്ന് സംസാരിക്കുക, നിങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി, പൊതുസ്ഥലത്ത് നിങ്ങൾ വളർത്തല്ലി എന്നുള്ളത് ആ പിതാവിനോട് സംസാരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം കോട്ടക്കൽ സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വരികയാണ്, നിങ്ങൾ 2 പേരെ ആക്രമിച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരാതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, കള്ള പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഞാനിത് പുറത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഇതിൻ്റെ പിറകിലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടക്കൽ സ്റ്റേഷനിൽ പോയി, ഞാനും ആ പിതാവും. അപ്പോൾ ആ
ആ പരാതിക്ക് ഒരു കൗണ്ടർ പരാതി ഞങ്ങൾ നൽകി. ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി നൽകി. എന്നിട്ട് അദ്ദേഹത്തോട് സ്റ്റേഷനിൽ CI ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുട്ടികളില്ലേ, നിങ്ങൾ എന്താ ഈ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഞങ്ങളെ കുട്ടികളെ കടിക്കൂല, അവരെ കുട്ടികളെ കടിക്കണത് അവർ കല്ലെടുത്തെറിഞ്ഞ കല്ല് മണത്ത് വന്നിട്ടാണ് അവരെ കുട്ടികളെ കടിക്കണത് എന്ന് ആണ് അവിടുത്തെ ഈ ഭക്ഷണം ഇട്ട് കൊടുത്ത ആള് പറയണത്. അപ്പൊ ഞാൻ എനിക്ക് മുമ്പിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നായസ്നേഹികൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ സ്നേഹം പട്ടിയോടാ, അതിന്റെ പ്രശ്നമാണ് അങ്ങനൊക്കെ പറയുന്നത്. കല്ലെടുത്തെറിഞ്ഞ് കല്ലിനെ മണം പിടിച്ചു കടിക്കുക എന്നൊക്കെ പറഞ്ഞോളൂ. ഞാനൊരു വിശ്വാസിയാണ്, അതായത് അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിശ്വാസിയാണ്. തെരുവ് നായ എന്ന് പറയുന്ന സാധനത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തെരുവ് നായ ദൈവത്തിന്റെ സൃഷ്ടി, അതിനിവിടെ ഒരു ധർമ്മം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ആക്രമണകാരികളായ തെരുവ് നായയെ ഉന്മൂലനം ചെയ്യണം, അല്ലാത്തവയെ ABC പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ABC സെന്ററിലോ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ABC പ്രൊജക്റ്റ് നടപ്പിലാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ കുട്ടികളേറ്റ് എങ്ങനെ നായകൾ നടക്കും? ABC പ്രൊജക്റ്റ് നടപ്പിലായോടത്ത് എങ്ങനെ നായ എത്ര തോനെ കുട്ടികളെ പ്രസവിക്കും? ഞാൻ അതിന്റെ വിഷ്വൽസ് തരാം, ഞാൻ അതിന്റെ പിറകിൽ പോവാണ്. മാത്രമല്ല കോട്ടക്കൽ തെരുവിലൂടെ ഞാൻ നടന്നപ്പോൾ ഈ വിദേശികൾ നടക്കുന്നതിന്റെ ഇടയിലൂടെ ഞാൻ നായയാണെന്ന് കരുതിയിട്ട് ഒരു ജന്തുവിന്റെ പിറകിൽ പോയപ്പോൾ മുന്നിൽ ചെന്നപ്പോൾ അത് കുറുനരിയാണ്. കുറുനരി പരസ്യമായിട്ട് ആളുകളെ ഇടയിൽ കൂടെ നടക്കുന്ന കാലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നായകളെ നിയന്ത്രിക്കണില്ല, കുറുനരി പരസ്യമായിട്ട് ഇറങ്ങുന്ന രീതി. ഞാൻ രാത്രി പോയപ്പോൾ 2 പ്രാവശ്യം അങ്ങാടിയിൽ നിന്ന് എൻ്റെ ബൈക്കിന്റെ മുമ്പിലൂടെ 2 പ്രാവശ്യം പന്നി പോയി. രാത്രി ഞാൻ 1:30 മണിക്ക് ഇതിന്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് പന്നികൾ, ഏത് കോട്ടക്കലിലാണ് ഞാൻ പറയണത്, കോട്ടക്കൽ വിദേശികൾ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വിദേശിക്ക് ഇവിടുന്ന് ഒരു കടി വന്നിട്ട് ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്താൽ എന്താണ് ഈ കാര്യം? നമ്മളടക്കം തല താഴ്ത്തേണ്ട ഒരു സാഹചര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. ധർമ്മം പുലർത്തി എന്ന് പറയുന്നത് അല്ല, താങ്കൾ നടന്ന വലിയ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, എത്രത്തോളം ധർമ്മം പുലർത്തി എന്ന് പറയാവുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമാണ്. മാധ്യമവും ഇപ്പൊ ജുഡീഷ്യറി, നമ്മളെ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടാകാം, പക്ഷെ ഇപ്പൊ ജുഡീഷ്യറിയും ഒരു ധർമ്മം പുലർത്തി. അല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു സിസ്റ്റവും ഇന്ത്യ മകൾക്ക് നേരിട്ട ഒരു ഇതിൽ ധർമ്മം പുലർത്തിയിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങളും ഇപ്പൊ ജുഡീഷ്യറിയും ഇനി ഇത് നടപ്പിലാക്കുക, ഇത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ്. അതില് ഇവിടെ സ്വാലിഹിനെ പോലെ എത്ര മനുഷ്യരാണ്. സ്വാലിഹിനെ പോലെ സ്വാലിഹിന് ഇപ്പൊ ഇറങ്ങി നിൽക്കാനുള്ള ആർജവും ഉണ്ട്, ഇറങ്ങി നിൽക്കാനുള്ള എന്താണ്, ഇറങ്ങി വന്ന് അവിടെ സമരമിരുന്നാൽ ജീവിക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ഇല്ലാത്ത 100 കണക്കിന് 1000 മനുഷ്യർ ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ കേരളത്തിൽ ഉണ്ടാവുമല്ലേ? മക്കളെ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ടാവുമല്ലേ? തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ കുട്ടിക്ക് അത് നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കുട്ടിക്ക് വേറൊരു രീതിയിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവരൊക്കെ വന്ന് നിന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു സംഭവിച്ചുട്ടാന്ന് പറഞ്ഞു, ഞാൻ ഡൗൺ ആയി. പക്ഷെ ദൈവത്തിന്റെ സഹായം കൊണ്ട് എൻ്റെ കുട്ടിക്ക് നേരിട്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഞാൻ പോരാടിയത് വേറൊരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ കുട്ടിക്ക് അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടില്ല. അല്ല, അതിന് അഭിനന്ദനങ്ങൾ. കാര്യം അതിന് അഭിനന്ദനങ്ങൾ. അത് ഞാൻ പറയുന്നത് ഓർത്തു നോക്കുക, ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചു, ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ നേതാവ്, ആരെങ്കിലും ചില പറയുന്നുണ്ട്, അവരോട് പറഞ്ഞു പോകുന്നുണ്ട്, അതല്ലാതെ ഇതൊരു ജനത്തിന്റെ പ്രശ്നമാണല്ലോ, കുഞ്ഞുങ്ങളായിട്ട് ഓടിച്ചിട്ട് കടിക്കുക, ബാക്കിയൊക്കെ പോട്ടെ നോക്കാന്നേ, ചെറിയ കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് കടിക്കുക, ആ കുഞ്ഞുങ്ങൾ പേവിഷബാധയൊക്കെ ഓർത്തു നോക്കൂ. പേവിഷബാധ മരണം പോട്ടെ, അഭികരിക്കുന്നതാണ് പറയുന്നില്ല, വല്ല സങ്കട മരണമാന്നേ, അത് എത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നു. എന്നിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, ഏതെങ്കിലും പ്രതിപക്ഷം ഈ വിഷയം ഒരു കേരളത്തിന്റെ പ്രശ്നമാണ് എടുത്തു പിടിച്ചു? ഇല്ല. അപ്പൊ സ്വാലിഹിനെ പോലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ പ്രതീക്ഷ. ഞാൻ എത്താം സ്വാലിഹ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.